ലഹരിമുക്ത കേരളം പടുത്തുയർത്തുവാൻ സംസ്ഥാന സർക്കാർ തുടങ്ങിയ ഓപ്പറേഷൻ തൂഫാൻ സ്വാഗതാർഹമെന്നും എന്നാൽ പരിപൂർണ വിജയത്തിലെത്തിക്കാൻ ചില കാര്യങ്ങൾ കൂടി സർക്കാർ ശ്രദ്ധിക്കണമെന്നും ഔഷധ വ്യാപാരികളുടെ സംഘടനയായ AKSCDA സിറിഞ്ചുകൾ സ്ഥിരമായി വാങ്ങുന്നവരെയും ലഹരി ഉപയോഗം മനസ്സിലാക്കാതിരിക്കാൻ കണ്ണിൽ തുള്ളിമരുന്ന് ഉപയോഗിക്കുന്നവരെയും കുറിച്ചുള്ള വിവരങ്ങൾ സർക്കാരിനെ അറിയിക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. ലഹരി വിമുക്ത കേരളത്തിനു വേണ്ടി സംസ്ഥാന ഡ്രഗ് കൺട്രോൾ, പോലീസ്, എക്സൈസ് വകുപ്പുകളുമായി സഹകരിച്ച് മുന്നണി പോരാളികളായി പ്രവർത്തിക്കാൻ ഔഷധ വ്യാപാരികൾ ഒരുക്കമാണ്. തങ്ങളുടെ വാട്സാപ്പ് ശൃംഖല വഴി മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പരസ്പരം ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. മട്ടാഞ്ചേരിയിൽ ഒരു സമയത്ത് ഈ സിറിഞ്ചുകൾ അപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റോറിൽ തന്നെ പോയിട്ട് ഒരു 4-5 സിറിഞ്ച് വാങ്ങുക, അടുത്ത മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് അഗെയിൻ 4-5 സിറിഞ്ച് വാങ്ങുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് റീറ്റെയിൽ വ്യാപാരികൾ വളരെ ശ്രദ്ധാലുക്കളാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രാദേശികമായിട്ടുള്ള ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഒരു പ്രവൃത്തികൾ നടക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ കുന്നംകുളത്തും ചാവക്കാടൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. ഈ ലഹരി മരുന്ന് കഴിച്ചതിന് ശേഷം കുട്ടികൾ വീട്ടിൽ ചെല്ലുമ്പോൾ കണ്ണ് ചുമന്നിരിക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഐ ഡ്രോപ്സുകൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ സാധാരണ കേസിൽ ഒരു ഐ ഡ്രോപ്സ് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയുന്ന ആൾക്കാരാണ്, സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ് കൊടുക്കും. പക്ഷേ ഇത്തരത്തിലുള്ള കുട്ടികൾ ഇത് വാങ്ങാൻ വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചും നമുക്ക് അതിന് പൊതുജനത്തെ സംബന്ധിച്ചോളം അതിന് വലിയ വ്യക്തതയില്ല. പക്ഷേ റീറ്റെയിൽ മെഡിക്കൽ സ്റ്റോറുകൾ, പ്രത്യേകിച്ച് വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം വ്യക്തതയുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ വിജയത്തിനായി അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള അനധികൃത മരുന്ന് വ്യാപാരം നിർത്തലാക്കണമെന്നും ഓൺലൈൻ വഴിയുള്ള മരുന്ന് വ്യാപാരത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഡോക്ടർമാർ വ്യക്തതയുള്ള കുറിപ്പടികൾ എഴുതണമെന്ന കർശന നിർദ്ദേശം സർക്കാർ കൊണ്ടുവരണം. ഈ പറഞ്ഞ സെഡേറ്റീവ്സ്, ആ മരുന്നുകൾ ഷെഡ്യൂളിൽ എച്ചിൽ പെട്ടിട്ടുള്ളതാണ്. ആ മരുന്നുകൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വ്യക്തമായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ മാത്രമല്ല, അതിന് രജിസ്റ്റർ സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ആവശ്യം പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിക്കൽ ഷോപ്പിൽ കൂടെ ഇത്തരത്തിലുള്ള മരുന്നുകൾ വിൽക്കാൻ പാടില്ല. പക്ഷേ ഞങ്ങൾ ഒരു പടിയോടെ മുന്നോട്ട് പോയിട്ട് പറയുന്നത് വെച്ചാൽ എന്താണ് പ്രിസ്ക്രിപ്ഷൻ? ആ പ്രിസ്ക്രിപ്ഷൻ സാധാരണ രോഗിക്കോ അല്ല സാധാരണ മനുഷ്യർക്കോ മനസ്സിലാകുന്ന വിധത്തിലായിരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഡോക്ടർമാർക്കും IMAയ്ക്കും ബന്ധപ്പെട്ട ആൾക്കാർക്കും കൊടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനും ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിക്കാണ്. മെഡിക്കൽ ഷോപ്പുകളിൽ ഡിസ്കൗണ്ട് ബോർഡുകൾ പ്രദർശിപ്പിക്കാൻ പാടില്ലെന്ന കോടതി വിധി സംസ്ഥാനമൊട്ടാകെ കർശനമായി നടപ്പിലാക്കണമെന്ന് സംസ്ഥാന സംഘടനാ ഭാരവാഹികളായ AN മോഹൻ, ആന്റണി തരിയൻ, അൻവർ എന്നിവർ ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, കൊച്ചി.